ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നിലവിൽ നമുക്ക് വണ്ടി പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, ഫുൾ പെയിൻറ്റിങ് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലൊരു ഇടി കിട്ടിയിട്ട് ഇവിടെയൊക്കെ ഈ കവറൊക്കെ ചളിങ്ങുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ബാക്കിലത്തെ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരമാണ് നമ്മൾ കയറ്റി പെയിൻറ്റ്, ആ കൂട്ടത്തിൽ കൂടെ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ടൈലറ്റ് അസംബ്ലിയൊക്കെ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ഈ കവർ പാച്ച് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും പാച്ച് വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ രണ്ട് ടയർ തീർന്നു കിടക്കാറുണ്ട്. ഇപ്പോൾ ടയർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ ബാക്കിലെ ഫ്രണ്ടിലും ടയർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ജനറൽ സർവീസായിട്ട് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ കീ സെറ്റൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ആവണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറലായിട്ടുള്ള സർവീസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലച്ച്, ഓട്ടോ ക്ലച്ച് യൂണിറ്റ് അടക്കം നമ്മൾ ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ബോഡി എല്ലാ ഭാഗം അയച്ച് ഫുൾ വാട്ടർ സർവീസും കാര്യങ്ങളും ചെയ്തിട്ട് പെയിൻറ്റിങ്ങിലേക്ക് വിട്ടാണ്. അപ്പോൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ഭാഗം തന്നെ നമ്മൾ പെയിൻറ്റിങ് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബോഡി സ്റ്റിക്കറുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ സ്റ്റിക്കർ പഴയത് നമുക്ക് എന്തെങ്കിലും പൊളിച്ചിട്ടുണ്ടാകും, ഒട്ടിക്കാൻ നടക്കില്ല. അപ്പോൾ ഈ ക്രോം സ്റ്റിക്കറും ഫ്രണ്ടിൽ വന്ന HET എന്നുള്ളതും ഫ്രണ്ടിലൊക്കെ ഒരു സ്റ്റിക്കറൊക്കെ പുതിയ സ്റ്റിക്കർ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതും പ്രകാരം എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ബില്ലാവണുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബില്ലും ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം കേട്ടോ.